എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് സൺഡേ ഒക്കെ ആയതുകൊണ്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇതാ രാവിലെ തന്നെ കിച്ചൂട്ടനെ വിളിക്കുന്നത് കൊടുത്തു. അതാ കിച്ചൂട്ടനെ വിളിക്കാൻ വേണ്ടി വന്നിട്ട് ഹായ് പറഞ്ഞേ. ഹായ് പറ, ഹായ് എന്ന് പറ. പിന്നെ അങ്ങനെ ചായ കുടിക്കാൻ എടുത്തു വെച്ചു. ഉഴുന്ന് ദോശയും മീൻ മോളീഷനും ആണ്. പിന്നെ കിച്ചുവിന് സ്പെഷ്യലായിട്ട് ബട്ടർഫ്ലൈ ദോശ. അപ്പോൾ ഞാൻ ട്രൈപോഡ് വാങ്ങിയതിന് മുതലേ തുടങ്ങിയതാണ്. അവൻ എനിക്കത് തരുന്നില്ല. അവൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാമെന്നാണ് പറയുന്നത്. രണ്ടുപേരും ചായ കുടിക്കാൻ വിളിച്ചാൽ വരുവേയില്ല. പിന്നെ രണ്ടാൾ രണ്ട് വഴിക്ക് പോകും. കിച്ചുവിന് കളിക്കേണ്ട, എഴുന്നേറ്റ് വന്ന് കളിക്കേണ്ട തിരക്കായിരിക്കും. പിന്നെ ഏട്ടൻ ഫണ്ടിലൊക്കെ പോയി വന്ന് ആ ഒരു ഇതിലായിരിക്കും. അപ്പോൾ എനിക്ക് നല്ല വിശപ്പ് വന്നിട്ടുണ്ടാവും. അപ്പോൾ പിടിച്ചിരുത്തിയിട്ട് രണ്ടാൾക്കും ചായ കൊടുക്കലാണ്. അപ്പോൾ ക്ലാരിറ്റി കുറവ് അത് ആ റൂമിൽ കിട്ടുന്നില്ല. സെൻട്രൽ ഹാളിൽ എങ്ങനെ നോക്കിയിട്ടും കിട്ടുന്നില്ല. അവിടെ ഇവിടെയൊക്കെ വെച്ച് നോക്കി. അപ്പോൾ അത് മാനേജ് ചെയ്ത് നോക്കുമോ ഏട്ടൻ. അപ്പോൾ അത് എന്താ പറ്റുകയെന്നറിയില്ല, കിട്ടുന്നില്ല, ക്ലാരിറ്റി കിട്ടുന്നില്ല. അവരപ്പോൾ ചായ കുടിച്ച് വേഗം എഴുന്നേറ്റ് പിന്നെ ആ ട്രൈപോഡും കൊണ്ടുള്ള കളിയാണ്. എനിക്കത് തരുന്നേയില്ല. അതുകൊണ്ട് എല്ലാവരും കാണിച്ചു കൊടുക്കുക, ഇത് അമ്മ ഇത് അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് താഴെ വെക്കുന്നില്ല. അവൻ പറഞ്ഞ് ഞാൻ തന്നെ വീഡിയോ എടുക്കും, ഞാൻ തന്നെ എടുക്കുന്നു. ഇതന്നെ പരിപാടി. ഇന്നലെ ഫുൾ ഇതന്നെയായിരുന്നു. പിന്നെ അത് ശരിയാക്കാൻ പോകുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ എവിടെ പോയി വന്ന് വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് കാരണം ഇറങ്ങലും ആ ഒരു സ്പോട്ടിൽ തന്നെ ഓല വീണു. അപ്പോൾ ഓല വീണിട്ട് രണ്ടാൾക്കൊന്നും പറ്റിയിട്ടില്ല. ഞാൻ കുറച്ച് ബാക്കോട്ടായിരുന്നു, ഏട്ടൻ കറക്റ്റായിട്ട് ആ സ്ഥലത്ത് തന്നെയായിരുന്നു. അപ്പോൾ ശ്രദ്ധിച്ചിട്ടായിരുന്നു ഓല വീഴാൻ പോകുന്നുണ്ട് നമുക്ക് മനസ്സിലായതുകൊണ്ട് ഒന്നും പറ്റിയിട്ടില്ല. പക്ഷെ കാറിന് പറ്റി. അപ്പോൾ അത് ശരിയാക്കുമായിരുന്നു ഏട്ടൻ. പിന്നെ ഒരാൾ ക്ലീനിങ് തുടങ്ങി. അഞ്ചെണ്ണ ഇട്ടിട്ട് ഇപ്പോൾ 11:30 ആയപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടി വന്നു. ബ്ലഡ് കുറവായതുകൊണ്ട് ഫ്രൂട്ട്സ് തീറ്റിക്കാൻ രണ്ടാളും കൂടി എന്നെ തീറ്റിക്കുന്നു. അപ്പോൾ ഞാൻ അവരെയും തീറ്റിക്കാൻ നിൽക്കല. പിന്നെ അങ്ങനെ കിവി വാങ്ങിയപ്പോൾ അത് മോശമായി. അപ്പോൾ അതാണ് നീ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ചിരിയും വരുന്ന കുറച്ച് പൈസയുള്ള സാധനമല്ലേ. അപ്പോൾ അത് മോശമായപ്പോൾ ഒരു ഇത് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ഷെയറും ചെയ്യണേ. ഹലോ, അമ്മമ്മ. തുണി കഴുകി വന്ന് വിരിക്കാൻ നോക്കുമ്പോഴേക്ക് രണ്ടാളും കൂടി വിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ആ പരിപാടി അവരെ ഏറ്റെടുത്തു. പിന്നെ സൺഡേ ആയതുകൊണ്ടും അച്ഛനെ എവിടെയും വിട്ടില്ല. ഏട്ടൻ എവിടെയും പുറത്തു പോകാൻ വിടാണ്ട്. മുന്നേയൊക്കെ ഞാനായിരുന്നു എവിടെയും പോകാതെ. ഇപ്പോൾ കിച്ചു ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എവിടെയും പോകാണ്ട് ലോക്കായിട്ടാണുള്ളത്, തന്നെ നോക്കുവാണ്. പിന്നെ അങ്ങനെ ഉച്ചയൊക്കെ ആയപ്പോൾ ബിരിയാണി ചലഞ്ച് ഉണ്ടായതുകൊണ്ട് അങ്ങനെ എല്ലാവർക്കും ബിരിയാണി വാങ്ങുകയാണ് ചെയ്തത്. പിന്നെ അതുകൊണ്ട് ഉച്ചത്തേക്ക് ഫുഡൊന്നും ആക്കിയില്ല. വൈകുന്നേരം ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ചീര ഉണ്ടായിരുന്നു ഇന്നലെ വാങ്ങി വെച്ചത്. അപ്പോൾ അത് നാളെ രാവിലത്തേക്ക് ഇപ്പോഴേ ക്ലീനാക്കി മുറിച്ചിടാൻ വേണ്ടി നിന്നു. പിന്നെ അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ നമ്മൾ ബാക്കി ഉണ്ടായിരുന്നു ബിരിയാണി ചൂടാക്കിയത്, അത് കുറച്ച് കഴിച്ച് പിന്നെ ഇങ്ങനെ കക്കിരിയൊക്കെ മുറിച്ചിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കല. വൈകുന്നേരം എവിടെയെങ്കിലും പോകാമെന്നൊക്കെ വിചാരിച്ചൊക്കെ നിന്നായിരുന്നു. പക്ഷേ പിന്നെ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ സൺഡേ എന്തെങ്കിലുമായിട്ട് തിരക്ക് ഉണ്ടാവലുണ്ട്. ഇന്നിവിടെയും പോയില്ല. അങ്ങനെ പിന്നെ കിച്ചുവിനെ പഠിപ്പിക്കാനിരുന്നു. അവൻ ഹോംവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്
അച്ഛനും വരണം എന്ന് പറഞ്ഞ് അച്ഛനെയും മുറുക്കെ പിടിച്ചു. ഏട്ടൻ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ ഏട്ടനും രണ്ടാളും കൂടി ഒരുമിച്ചാണ് എഴുതുക. അപ്പോൾ ഞാൻ വേണ്ട, അല്ലാത്ത ദിവസം ഞാൻ വേണ്ടു. അപ്പോൾ ഏട്ടൻ ഇവിടെ വന്നിരുന്നാൽ മതി, അല്ലെങ്കിൽ പിന്നെ ഏട്ടന് ഹോംവർക്ക് കൊടുക്കും. അപ്പോൾ രണ്ടാൾക്കും കൂടിയിട്ട് ഹോംവർക്ക് എഴുതലാണ്. പിന്നെ രാത്രിത്തേക്ക് നമ്മൾ റവ കാച്ചുകയാണ് ചെയ്തത്. റവ ഉപ്പുമാവാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു എല്ലാവർക്കും ഇങ്ങനെ പായസം പോലെ കാച്ചിയിട്ട് അങ്ങനെ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ കിച്ചു പറഞ്ഞ പോലെ എല്ലാവർക്കും ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.